4ാം ഘട്ടവും കഴിഞ്ഞു. എന്നുവെച്ചാൽ വിക്രമൻ ഇനി ജലജയെ ശല്യം ചെയ്യില്ല. എന്ത് ചെയ്തു? കൊന്നോ? ഒന്നാൽ എല്ലാ ഘട്ടവും കഴിഞ്ഞില്ലേ? കൊല്ലാതെ കൊണ്ട് നടക്കലല്ലേ എന്റെ പണി. എവിടെ വിക്രമൻ? എന്നോട് തെളിച്ചു പറയൂ. വിക്രമനെ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുക. സഹായത്തിന് ആളുണ്ട്. അയാൾ അവിടെ സുഖമായി കഴിയുക. പാവം, എന്നെ കൂടാതെ എങ്ങനെ കഴിയുന്നു ആവോ? അതൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. നാളെ സുന്ദരേശൻ വിൽപത്രം ബാങ്കിൽ നിന്ന് എടുക്കും. എങ്ങനെ അറിഞ്ഞു? ബാങ്കിലേക്കുള്ള ഒരു കത്ത് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിന്നറിഞ്ഞു. അതാണെന്ന് എങ്ങനെ അറിയാം? ആ സമയത്ത് ഞാൻ കയറി ചെന്നു. അയാൾ വിയർത്തിരുന്നു. അയാളുടെ മുഖം വാടിയിരുന്നു. നാളെ വാങ്ങി. എന്നിട്ട് ജലജയുമായി സമ്പർക്കം പുലർത്തും. അപ്പൊ ശരിക്കങ്ങ് കൈകാര്യം ചെയ്തേക്കണം. അത് അത്ര എളുപ്പമല്ല. ഒന്നുമില്ല, പണം ആർക്കും കഴിക്കില്ല ജലജ, ആ മണ്ടം വിക്രമൻ ഒഴികെ. തമ്പുരാട്ടി അന്വേഷിക്കും. എന്റെ വാർദ്ധക്യകാലത്ത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളും പണസംബന്ധവും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളും വേണ്ട പോലെ അപ്പപ്പോൾ എന്റെ ആഗ്രഹമനുസരിച്ച് നടത്തിക്കൊണ്ടുവന്ന അഡ്വക്കേറ്റ് സുന്ദരേശന് അദ്ദേഹത്തിന്റെ സേവനങ്ങളെയും എന്നോടുള്ള വാത്സല്യത്തെയും കണക്കാക്കിക്കൊണ്ട് ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ച സംഖ്യയിൽ നിന്നും 5 ലക്ഷം രൂപ എന്റെ മരണശേഷം കൊടുക്കുവാൻ ഞാൻ ഇതിനാൽ നിശ്ചയിച്ചിരിക്കുന്നു. പാവം മഹാറാണി. ഗുഡ് ഈവനിങ് മിസ്റ്റർ സുന്ദരേശൻ. ഗുഡ് ഈവനിങ്. സിറ്റ് ഡൗൺ. താങ്ക് യു. വിൽപ്പത്രം കണ്ടില്ലേ? ഞാൻ നുണ പറയില്ലെന്ന് വിശ്വാസമായില്ലേ? 5 ലക്ഷമല്ലേ? നിസ്സാര കാര്യമല്ലല്ലോ. അത് കിട്ടണ്ടേ? വേണം. പക്ഷേ ജലജ പറയാൻ പോണ അവസ്ഥയിൽ കിട്ടണമെന്നില്ല. അതെന്തേ? മിസ് ജലജ, ഐ ആം ആൻ അഡ്വക്കേറ്റ്. നിങ്ങൾ ഈ ചെയ്യുന്നതിന് ബ്ലാക്ക് മെയിലിന്റെ പേര് പറയും. സെക്ഷൻ. പോലീസിനെ വിളിക്കണോ? വിളിച്ചോളൂ. നിങ്ങളുടെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? നിസ്സാരം. ആ വിൽപ്പത്രം എനിക്ക് വേണം. വിൽപ്പത്രമോ? എന്തിന്? അതുകൊണ്ട് എന്ത് ചെയ്യാൻ? അക്കാര്യം ജലജയ്ക്ക് വിശദീകരിക്കാൻ കഴിയില്ല. പാവം പെണ്ണല്ലേ. അതുകൊണ്ട് സഹായിക്കാൻ വന്നതാണ്. വിരോധമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ജലജ, നമ്മുടെ പദ്ധതിയിൽ സാറിനെ കൂടി ചേർത്തേക്കാം. സാറൊരു പാവമല്ലേ. ഓയ്, നമുക്ക് സമയം കളയണ്ട. ഞാൻ പറയാം. മഹാറാണിയുടെ വിൽപ്പത്രം ഞങ്ങൾക്ക് വേണം. അതിലൊരു സൂത്രം ചെയ്യാനാ. ചെറിയ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. മാറ്റങ്ങൾ വരുത്താനോ? കാറിന്റെ പേരിലുള്ള 5 ലക്ഷം രൂപ മാറ്റില്ല. മഹാറാണി ആ മ്യൂസിക് റിസർച്ച് അക്കാദമിക്ക് 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടല്ലോ. അതാവശ്യമാണ്. അത് മഹാറാണിയുടെ ചെറുമകൻ വിക്രമരാജയ്ക്കുള്ളതാണെന്ന് മാറ്റി എഴുതണം. അത്രേ. ഞങ്ങൾക്കൊന്നും വേണ്ട. വിക്രമരാജ ഒരു പാപമാണ് സാർ. ഇപ്പൊ വളരെ കഷ്ടത്തിലാണ്. എന്തെങ്കിലും ആ പാവത്തിന്റെ പേർക്ക് എഴുതി വെച്ചില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനവും വരില്ല. വിക്രമരാജയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കണം. അതെ, സ്നേഹമുണ്ട്. പിന്നെ ഇത്രയും വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ. എനിക്കെന്തെങ്കിലും കിട്ടണ്ടേ? 25 ലക്ഷമെങ്കിലും കിട്ടണം. അത് കിട്ടും. അപ്പോ വിൽപ്പത്രം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കണം അല്ലേ? നമ്മുടെ ടേപ്പിന്റെ ഗുണം സാറിന് മനസ്സിലാക്കില്ലെന്ന് തോന്നുന്നു. എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും. ഇല്ല. എന്നാൽ സത്യം ചെയ്ത് പറയും. എന്താ? അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇന്നേ വരെ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ നേഴ്സായ ജലജയിൽ നിന്നും അനുഭവിച്ചു. സാറിന് വേണോ? എടുത്തോളണം. എന്റെ കയ്യിൽ വേറെ കോപ്പിയുണ്ട്. പിള്ള അത്ര മണ്ടനൊന്നും അല്ല സാറേ. അവർക്ക് സ്വല്പം പ്രേമമില്ലേ? ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ്. വിൽപ്പത്രം അത് ബുദ്ധി. അബദ്ധത്തിലെങ്ങാനും മഹാറാണി ഈ ടേപ്പ് കേട്ട സാറിന്റെ 5 ലക്ഷം രൂപ പോക്ക. വിൽപ്പത്രം എങ്ങനെ മാറ്റും? മാറ്റില്ല, പുതിയതൊന്നും ഉണ്ടാക്കും. കള്ളൊപ്പിട്ടോ എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ. മഹാറാണിയുടെ ശരിയായ ഒപ്പ് തന്നെയാണ് ഇടാൻ പോകുന്നത്. ഞാനല്ലേ ഇടുന്നത്. മഹാറാണിയുടെ കള്ളൊപ്പിട്ടാൽ ഞാനും എന്റെ സീനിയറും തിരിച്ചറിയും. അതുകൊണ്ട് ഇത് ആലോചിക്കണ്ട.
ശരി, ഈ പാഡിൽ സാർ ഒരു ഒപ്പ് ഇങ്ങ് ചാർത്തി തന്നാട്ടെ. ആ ചുമ്മാ ഇടണം സാറേ. ഒരു വേല കാണിക്കാമോ എന്ന് നോക്കട്ടെ. നോക്കട്ടെ. ഇതിൽ സാറിന്റെ ഒപ്പ് ഏതൊന്നൊന്ന് പറഞ്ഞാട്ടെ. തിരിച്ചറിയാൻ പറ്റില്ല സാറേ, ഇതൊരു കലയാണ്, എന്റെ കൊണ്ടേ പറ്റൂ. ശരി, മഹാറാണിയുടെ കള്ള ഒപ്പിടാം. എന്നാലും സാക്ഷികൾ വേണ്ടേ? എന്റെ സീനിയർ മിസ്റ്റർ പ്രഭാകരൻ ഒന്നാന്തരം ക്രിമിനൽ അഡ്വക്കേറ്റ് ആണ്. സംശയം തോന്നിയാൽ പോലീസിൽ അറിയിക്കും. അതിനാണ് സാറ് സഹായിക്കേണ്ടത്. പ്രഭാകരൻ സാറിന് ഒരു 5 ലക്ഷം രൂപ ഞാൻ എഴുതി വെച്ചേക്കാം. ഞാനാണ് കൊടുക്കുന്നതെന്ന് അറിയണ്ട. പക്ഷേ വില്ല് പ്രകാരം സാറിന് ഇത്രയും സംഖ്യ കിട്ടുമെന്ന് പ്രഭാകരൻ സാറിനോട് സാറൊന്ന് സൂചിപ്പിച്ചേക്കണം. അപ്പൊ പിന്നെ ശല്യമില്ലല്ലോ. ഇത്രയും ഞാൻ ചെയ്തു തന്നാൽ ഈ ടേപ്പും ഇതിന്റെ കോപ്പിയും എനിക്ക് മടക്കി തരില്ലേ? അത് തരില്ല. പക്ഷേ അതുകൊണ്ട് പിന്നെ സാറിനൊരു കുഴപ്പവും ഉണ്ടാവില്ല. ശരി, ഇവിടെ ഇരിക്കൂ. വിൽപത്രം ഞാൻ എടുത്തുണ്ട്. 5ാം ഘട്ടം കഴിഞ്ഞു. സാറ് പ്രഭാകരൻ സാറുമായി സംസാരിച്ചോ? ഇല്ല, സംസാരിക്കാം. പെട്ടെന്ന് പറ്റില്ല, സാവധാനം ചെയ്യാം. അദ്ദേഹത്തിന് ഒരു വീതം എഴുതിയിട്ടുണ്ടല്ലോ. ആരെയും വിട്ടിട്ടില്ല. മ്യൂസിക് റിസർച്ച് അക്കാദമി മാത്രം വിട്ടുകളഞ്ഞു, അത്രേ ഉള്ളൂ. ഈ പണമില്ലാതെയും സംഗീതം വളരും. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യം അത്ര മോശമാണെന്നൊന്നും പറഞ്ഞുകൂടല്ലേ സാറേ? അതെ. സാറിനിപ്പോ കേസൊന്നും ഇല്ലെങ്കിലും ഒരു വക്കീലാണല്ലോ. എല്ലാം ശരിയാണോ ഒന്നൊന്നും നോക്കിയാട്ടെ. നിങ്ങൾ ആളൊരു ഭയങ്കരം തന്നെ. മഹാറാണിയുടെ ഒപ്പം അതുപോലെ ഇട്ടിരിക്കുന്നല്ലോ. അതല്ലേ എന്റെ തൊഴിൽ. ഇതിലൊപ്പിട്ടിരിക്കുന്ന സാക്ഷികൾ ആരൊക്കെയാണ്? ഇതിൽ ആദ്യം ഒപ്പിട്ടിരിക്കുന്ന രാമകുറുപ്പ് എന്റെ ഒരു ആത്മസുഹൃത്താണ്. ഞങ്ങൾ സേലത്ത് ഒന്നിച്ചുണ്ടായിരുന്നു. ആളിപ്പോൾ എവിടെയുണ്ട്? ഇപ്പോഴും സേലത്ത് തന്നെ. സേലത്ത് എവിടെ? അവിടെ തന്നെ, സെൻട്രൽ ജയിലിൽ. ജയിലില് ഒരു കുഴപ്പവും വരില്ല സാർ. ഞാൻ ആവശ്യപ്പെട്ടാൽ ജയിൽ ചാടി വരും. ഒപ്പ് ഞാനങ്ങ് ചാർത്തിയതാണ്, വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ഇപ്പൊ പുറത്തല്ലല്ലോ, കുഴപ്പമില്ലേ? കുഴപ്പമൊന്നുമില്ല. പോലീസിന്റെ പുസ്തകങ്ങളിൽ ഹിമാലയൻ കുറിപ്പെന്നാണ് എഴുതിയിരിക്കുന്നത്. പാവം നല്ലവനാ സാറേ, കണ്ടാലും മാന്യന. പിന്നെന്താ? ഈ 2ാം സാക്ഷി മിസ്സസ് ശാരദാകൃഷ്ണൻ എന്റെ പഴയ പരിചയക്കാരിയാ. ഒപ്പ് ശരിയാ. അവരിപ്പോഴെവിടെയാണ്? അങ്ങ് കണ്ണൂർ ജയിലില്ല. നിർഭാഗ്യം കൊണ്ടാണ് സാറേ, ഒരു ഹോട്ടൽ റെയ്ഡിൽ എറണാകുളത്ത് വെച്ച് പിടിച്ചുപോയി. 3 മാസം കഴിഞ്ഞ പുറത്തു വരും. എന്നാലും 2 സാക്ഷികളും ചുരുങ്ങിയത് ജയിലിന് പുറത്തായിരിക്കണ്ടേ? ആവുമല്ലോ, 2 പേരും പുറത്തു വരും. എന്തായാലും മഹാറാണി അത്ര പെട്ടെന്നൊന്നും മരിക്കുന്ന ലക്ഷണമില്ല. മരിച്ചാലല്ലേ വില്ലിന്റെ ആവശ്യമുള്ളൂ. പിന്നെന്താ? അഥവാ മരിച്ചാൽ? മരിക്കും സാറേ, എല്ലാവരും മരിക്കും. അതെങ്ങനെ? നമ്മൾ വിചാരിച്ചാ മരിക്കാതിരിക്കോ? ഒപ്പിട്ട മരണ സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ടു. വേണ്ടി വന്നാൽ ഞാൻ അങ്ങ് ഒപ്പിടും സാറേ. ശരി, മരണശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. പിന്നെ പഴയ വിൽപ്പത്രം എവിടെ? കത്തിച്ച് കളഞ്ഞു. കത്തിച്ചോ? നശിപ്പിക്കണ്ടായിരുന്നു. മരിച്ച ആൾ തന്റെ വിൽപ്പത്രം അന്വേഷിക്കില്ലല്ലോ. എന്തായാലും ഒന്നും സാരമില്ല സാർ. മരിച്ചാലല്ലേ പണം കിട്ടുള്ളൂ. അതെനിക്കറിയാം. അതിനുള്ള പോംവഴി ആലോചിക്കട്ടെ. എന്നുവെച്ചാൽ ആരൊക്കെ ജീവിക്കണം ആരൊക്കെ മരിക്കണം എന്നുള്ളതല്ല എന്റെ പ്രശ്നം. പണം കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതെങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ആലോചിച്ചോളാം. ജലജ എന്താ പറയാൻ ഭാവിച്ചേ? ഞാൻ രോഹിണി തമ്പുരാട്ടിയുടെ കാര്യം പറയുകയായിരുന്നു. അവളിങ്ങനെ വല്ലാണ്ടിരിക്കണതിന്റെ കാര്യം എനിക്കറിയാം. എന്ന് വെച്ചാ ഞാൻ ഊഹിച്ചു എന്നർത്ഥം. അതിന് പ്രതിവിധിയും ചെയ്തിട്ടുണ്ട്. തമ്പുരാട്ടിയുടെ വിഷമം എങ്ങനെയെങ്കിലും മാറിയാൽ മതിയായിരുന്നു. കുട്ടിയെ സിത്താർ പഠിപ്പിച്ച മാധവറാവിനൊരു മകനുണ്ടായിരുന്നു. മഹാവിദ്വാനാണെന്നാ രോഹിണി പറഞ്ഞ്. അയാളെ കുട്ടി ഇഷ്ടപ്പെടുന്നോന്ന് സംശയം. ആ ചെറുപ്പക്കാരനെ പറ്റി എന്നോട് പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നി. സ്ത്രീകൾക്ക് സ്ത്രീകളെ പെട്ടെന്ന് അറിയാൻ കഴിയുമല്ലോ. അയാളെ കാണാണ്ടായ പിന്നെ കുട്ടിക്ക് സൂക്കേട് വന്നതും ഇങ്ങനെ ആയതും. അദ്ദേഹം
എവിടെയോ ജോലി ചെയ്യല്ലേ? സുന്ദരേശനോട് പറഞ്ഞ് അയാളെ വിളിപ്പിച്ചിട്ടുണ്ട്, വരുമായിരിക്കും. എന്ത് വേണം? മഹാറാണിയെ കാണണം. ആരാ നിങ്ങൾ? ജയദേവൻ. മഹാറാണി വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഓ, ഒരു നിമിഷം നിൽക്കണം, ഞാനൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. ശരി. ശരി, അങ്ങോട്ട് ചെന്നോളൂ, കാത്തിരിക്കുകയാണെന്ന്. കാപ്പി കൊണ്ടിരട്ടെ? വേണ്ട. കുട്ടി പറയാറുണ്ടെങ്കിൽ ആദ്യമായി കാണുക. ഇരിക്കൂ. വേണ്ട. ഞാൻ പറഞ്ഞു വെച്ചതിന് കാരണം മനസ്സിലായോ? അവസാനമായി ജയദേവനെ കണ്ടു മടങ്ങി വന്നപ്പോ കുട്ടി കാറിൽ നിന്ന് ബോധം കെട്ട് വീണു. പിന്നെ കുറച്ച് ഡോക്ടർമാരെയൊക്കെ വരുത്തി കാണിച്ചു. ഹാർട്ട് ട്രബിൾ ആണെന്നാണ് പറഞ്ഞത്. വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. ജയന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, എത്ര സ്വത്ത് വേണമെങ്കിലും തരാം. ഞാൻ തന്നാണെന്ന് ആരും അറിയില്ല. എന്റെ രോഹിണിയെ വിട്ടു പിരിയാതിരുന്നാ മതി. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട. ഞാൻ എന്നും രോഹിണിയെ കാണാം. ജയൻ സ്നേഹമുള്ളവനാ. രോഹിണി എവിടെ? രോഹിണി തോട്ടത്തിലുണ്ട്, അങ്ങോട്ട് ചെല്ലൂ. സ്വപ്നം കാണുകയാണോ? അല്ല, സ്വപ്നമല്ല, ഞാൻ തന്നെ. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. രോഹിണിയെ കാണാൻ. രോഹിണിയെ ഞാൻ സ്നേഹിക്കുന്നെന്ന് ആ ചെവികളിൽ 1000 പ്രാവശ്യം മന്ത്രിക്കാം. സ്നേഹിക്കുന്നുണ്ടെന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. തെറ്റാണ്. ഞാൻ ചെയ്തത് തെറ്റാണ്. ഇത്രയും നാൾ വിട്ടുനിന്നത് തെറ്റാണ്. ഇപ്പോഴെന്നെ പോറ്റാൻ തക്ക ജോലി കിട്ടിയോ? രോഹിണി, എന്നോട് ക്ഷമിക്കൂ. എന്നാലും എന്നെ പിരിഞ്ഞിരിക്കാൻ ജയന് സാധിച്ചല്ലോ. ഓരോ നിമിഷവും ഞാൻ നീറി കഴിയുകയായിരുന്നു. എന്റെ തെറ്റ് എനിക്ക് ബോധ്യമായത് ഇന്നാണ്. എന്നോട് ക്ഷമിക്കൂ. കുട്ടിക്ക് ജയദേവനോട് സ്നേഹാണെന്നാ തോന്നണേ. അയാൾക്ക് ഇഷ്ടമാണെങ്കില് അവരുടെ കല്യാണം നടത്തണം. ഞാൻ മരിച്ചാലും കുട്ടിയെ സ്വത്തുക്കളും നോക്കാൻ ഒരാള് വേണ്ടേ? തമ്പുരാട്ടിക്ക് അസുഖം കൂടുതലാണ്. വിളിച്ചോണ്ടി എല്ലാം പറഞ്ഞ് കാറയച്ചിട്ടുണ്ട്. രോഹിണിക്കോ? അതെ. ശരി, പോകാം. രോഹിണിക്ക് അസുഖം കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ? ഒന്നുമില്ല. ഡോക്ടർ വന്ന് നോക്കിയില്ലേ? ഇല്ല. എന്തേ ഡോക്ടർ വിളിക്കാൻ? പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാഞ്ഞിട്ട്. പ്രത്യേകിച്ച് അസുഖമില്ലാതെ പിന്നെ പറയാം. ഇറങ്ങണ. ഇതേതാ സ്ഥലം? ഇതൊരു സ്ഥലം. എന്തിനാ കാർ നിർത്തിയ? ചുമ്മാ കാറ്റ് കൊള്ളാൻ. ഇറങ്ങണ. നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നത്? കൊല്ലാനാ? അല്ല. പിന്നെ നീ നാട് വിടുമെന്ന് പറഞ്ഞാൽ അടി നിർത്താം. നാട് വിടുകയോ? എന്തിന്? കൊട്ടാരത്തിൽ നിന്നുള്ള കൽപ്പനയാണ്. മഹാറാണിയോ?
വരാമെന്നാ പറഞ്ഞിരുന്നത്. ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നോ? അതെ. എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. ഞാൻ വിളിച്ചത് നാളെ ഇങ്ങോട്ട് വരുമെന്ന് അറിയാനാ. വരാം. വരുമ്പോ ബാങ്കിൽ നിന്ന് എന്റെ വിൽപത്രം കൂടെ വാങ്ങിക്കൊണ്ട് വരണം. എന്താ പറഞ്ഞേ? എന്റെ വിൽപത്രം കൂടെ കൊണ്ടുവരണമെന്ന്. അയ്യോ, ഒന്നും കേൾക്കുന്നില്ല. ലൈൻ എന്താ തയ്യാറ്? വിൽപത്രം വാങ്ങിക്കൊണ്ട് വരണമെന്ന്. വിൽപത്രം? ആ, വരുമ്പോ ബാങ്കിൽ നിന്ന് വിൽപത്രം വാങ്ങിക്കൊണ്ട് വരണമെന്ന്. പക്ഷേ ഹലോ ഹലോ മഹാറാണി, അത് ബാങ്കിൽ നിന്ന് ഓതറൈസേഷൻ ബാങ്കുകാർ പിന്നെ ഓതറൈസേഷൻ ഇല്ലാണ്ട് ബാങ്കുകാര് തരില്ല. എന്തിനാ ഇതൊക്കെ? സുന്ദരേശന് കിട്ടില്ലെങ്കിൽ മാനേജർക്ക് ഫോൺ ചെയ്ത് ഞാൻ വാങ്ങിക്കൊള്ളാം. വേണ്ട മഹാറാണി, ഞാൻ 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 പിന്നെ ഞാനൊന്ന് ബാങ്കിൽ പോയിരുന്നു. ബാങ്ക് മാനേജർ 3 ദിവസത്തെ ലീവിലാണ്. ഹേയ്, ഇങ്ങനത്തെ ബാങ്കാണോ? എന്നാ ഒരു കാര്യം ചെയ്തോളൂ. വരുമ്പോ എന്താ എഴുത്തുണ്ടെന്ന് വെച്ചാ അതും കൊണ്ടുവരൂ, ഞാൻ ഒപ്പിട്ട് തരാം. ആ ശരി, ഞാൻ കാലത്ത് കൊണ്ടുവരാം. മറക്കരുത് കേട്ടോ. ഇല്ലല്ല, ഞാൻ മറക്കില്ല.